ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഉഴുന്നുവടയുടെ റെസിപ്പി ആട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഉഴുന്നുവടയൊക്കെ കഴിക്കാൻ തോന്നി. രാവിലെ മസാല ദോശയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഉഴുന്നുവടയും കൂടെ ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തലേദിവസം തന്നെ കുറച്ച് ഉഴുന്ന് കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടേ. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞതും, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ കുരുമുളക്. എനിക്ക് ഈ ഉഴുന്നുവട ഇങ്ങനെ കഴിക്കുമ്പോൾ അതിനകത്ത് ഈ കുരുമുളക് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്യണം. അപ്പം മിക്സി ജാറിനകത്ത് നമ്മൾ അരയ്ക്കുന്നവർ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം കേട്ടോ, കുറച്ച് സമയം എടുത്തിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഉഴുന്നുവട ആ ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല, ലൂസായി പോയാൽ. അതിനുശേഷം കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ തടവിയതിന് ശേഷം നമുക്കിത് ഉഴുന്നുവടയുടെ ഷേപ്പിലോട്ട് നമുക്കിങ്ങനെ ഹോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ചൂട് എണ്ണയിലോട്ട് നമ്മുടെ ഈ ഒരു ഉഴുന്നുവടയുടെ മാവ് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നല്ല ചൂട് മസാല ദോശയും ഉഴുന്നുവടയും ചട്നിയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആയല്ലേ. ഞങ്ങൾ ഇതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കൊല്ലം കടപ്പാക്കടയിൽ ഒരു തമിഴ് തട്ടുകടയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ട്യൂഷന് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇതുപോലെ ഉഴുന്നുവടയും ചട്നിയും, അതൊരു നൊസ്റ്റു ഐറ്റം എന്നാണ് ഇപ്പോൾ തന്നെ ഓർക്കുമ്പോഴത് നമുക്ക് അവിടെ പോയി കഴിക്കാനൊക്കെ തോന്നും. പക്ഷേ ഇപ്പോൾ ആ ഷോപ്പ് അവിടെ ഇല്ല. ഞാനിപ്പോൾ നോക്കിയപ്പം അത് സൂപ്പർ ഉഴുന്നുവട കേട്ടോ. അവിടുത്തെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഉഴുന്നുവട. അത് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും, പുറത്ത് നല്ല ക്രിസ്പിയും. പിന്നെ അവരുടെ ചട്നി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല കട്ടക്കറി, നമ്മൾ ചോറിനൂടൊക്കെ കഴിക്കുന്ന സൈസിലുള്ള ചട്നിയാണ് അവർക്ക്, വെള്ള ചട്നിയാണ് നമുക്ക് തരുന്നത്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞങ്ങൾ ട്യൂഷന് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ എൻ്റെ ഡിഗ്രിയിലെ കുറേ ഫ്രണ്ട്സുണ്ട്. ആമിന, മോമിഷ, അതുപോലെ അശ്വതി, പിന്നെ നമുക്ക് അവരെല്ലാവരും പോയി നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾ മിക്കവാറും ട്യൂഷന് പോകുന്നത് തന്നെ ഈ ഒരു ഉഴുന്നുവട തന്നെ കഴിക്കാൻ വേണ്ടി മാത്രമാണ്. അന്നൊക്കെ ഒരു അടിപൊളി കാലം. അതിന് ഞാൻ ബാക്കിയെല്ലാ ഉഴുന്നുവടയും ഇതുപോലെ മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് എടുക്കുകയാണെങ്കിൽ ഓവറായിട്ട് എണ്ണയൊന്നും അതിനകത്ത് പിടിക്കത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പറിനകത്തോട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പം എക്സസ് എണ്ണയൊക്കെ പോവും. ഇപ്പം കടയിലൊക്കെ ഓവർ എണ്ണയും പിന്നെ ഒക്കെയല്ലേ നമ്മൾ മേടിക്കുമ്പം. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ഈസി റെസിപ്പിയാണേ. ബായ്.